ഒറ്റയ്ക്ക് വന്നിരുന്നൊരാലോചന. ഏയ്, ഞാൻ ഇന്ദുവിനെ കുറിച്ച് ആലോചിക്കായിരുന്നു. എനിക്കും ഏതു നേരവും അതേ ആലോചിക്കാനുള്ളൂ. ജീവിക്കുന്നു എന്ന് ഇപ്പോഴാണ് തോന്നുന്നത്. അപ്പൊ ഇത്രയും നാളോ? അതൊരു കഴിഞ്ഞുകൂടൽ മാത്രമായിരുന്നു. വെളുക്കുന്നു, ഇരുട്ടുന്നു, അത്ര തന്നെ. നേരം കൊല്ലാന്ന് പറയില്ലേ, അത് തന്നെ. ഇപ്പൊ എനിക്ക് ദിവസം തികയണില്ല. കുട്ടേട്ടന് അങ്ങനെ തോന്നുന്നുണ്ടോ? ഉണ്ടോന്നു നല്ല ചോദ്യം. ഇപ്പൊ എനിക്ക് വലിയൊരു നിരാശയുണ്ട്, ഒരു നഷ്ടബോധം. എന്തിന്? കൈക്കുഞ്ഞായിരിക്കുമ്പോഴേ എനിക്ക് കിട്ടണമായിരുന്നു. കഴിഞ്ഞ ജന്മത്തില് അത്ര പുണ്യം ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ? എങ്കിലും ഇപ്പോഴും ഞാനത് കുറെയൊക്കെ അനുഭവിക്കുന്നുണ്ട്. വലിയൊരു അമ്മയാണെന്ന നാട്യത്തില് കുളിപ്പിക്കും, തല തോർത്തി കൊടുക്കും, ഭംഗിയിൽ അണിയിച്ചൊരുക്കും, ചിലപ്പോ ശാസിക്കും. ഇന്നൊരു തല്ലും കൊടുത്തു. നൊന്തു കാണില്ല. ആ, ആരാ കുട്ടേട്ടാ ഈ നായർ? ഏത് നായര്? എന്തു പറഞ്ഞു ഒരു നായരങ്ങളിനെ കുറിച്ച്? ഓ, ആ നായരോ? ആ, അയാള് ഞാൻ പറഞ്ഞില്ലേ, ഞാനാണ് അച്ഛനെന്ന കാര്യം അവളെ അറിയിച്ചിട്ടില്ലെന്ന്. ഈ നായരെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിരുന്നത്. നീ ആ കാര്യമൊന്നും അവളോട് ചോദിക്കണം. ശരി. ആ, ദാ വിളിക്കണം, ചെല്ല്. ഇന്ദു, ഇന്ദു അതിന് തരാൻ. നിൽക്കാനോട്. ഇന്ദു. എന്താ 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 ഇത്? കഷ്ടം, അതാരും എന്താണ്? കാണില്ല. അച്ഛനെ മാത്രമേ കാട്ടൂ. അതുകൊണ്ട് നോക്കട്ടെ. ആ, ഇതച്ഛൻ, അതമ്മ, താഴെ ഞാൻ. ഉം. എങ്ങനെയുണ്ട്? അമ്മ വരച്ചതാ. അമ്മയും മോളും കൂടെ എന്നെ കുരങ്ങനാക്കിയല്ലോ. ഞാനല്ല, അമ്മയാ. ഇനി അച്ഛമ്മയെ കൂടി കാട്ടണം. ഇതോ, ഈ കുട്ടിയെ കൊണ്ട് ഞാൻ തോറ്റു. ഇതോ കാണിച്ചിട്ട് തരാം. ദീപം എന്താണോ ഊഞ്ഞാലിലൊക്കെ ഇരുത്തി ആട്ടാറുണ്ടോ? എവിടെ നമ്മുടെ മൈന? ഇവിടെ ഇല്ല. എവിടെ പോയി? എന്താ താനൊന്നും മിണ്ടാത്ത? ഞാൻ ആകപ്പാടെ ഒരു അബദ്ധത്തിൽപ്പെട്ടിരിക്കുക. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്റെ കുടുംബജീവിതം തകരാതിരിക്കാൻ വേണ്ടി, അമ്മയുടെയും വൈഫിന്റെ അച്ഛന്റെയും മുമ്പിൽ മോശക്കാരനായിരിക്കാൻ വേണ്ടി ഞാനൊരു നുണ പറഞ്ഞു. ഇന്ദു എന്റെ മകളാണെന്ന്.
മകളോ? അതെ, കള്ളം പറഞ്ഞതാണെങ്കിലും സത്യത്തിൽ ഇപ്പൊ അവളെന്റെ മകള് തന്നെയാ. വേല കയ്യിലിരിക്കട്ടെ ആശാനെ, പുത്രവാത്സല്യേ. അങ്കിൾ, ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് സംസാരിക്കുന്നത്. പൊടിയന്റെ അടുത്ത് വേണോ ശിഷ്യ മായം? മോളാണെന്നും പറഞ്ഞ് സ്ഥിരമായിട്ട് അങ്ങ് കൊണ്ടെടുക്കാനാ പ്ലാനല്ലേ? അങ്കിൾ ഈ രീതിയിൽ എന്നോട് സംസാരിക്കരുത്, അതെനിക്കിഷ്ടമല്ല. അമ്മയായാലും മോളായാലും കൊള്ളാം, അവളെ എനിക്കിപ്പോ കൊണ്ടുപോകണം. പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. അവളെ ഇപ്പൊ വിട്ടുതരാൻ ബുദ്ധിമുട്ടാണ്. അത് ശരി, അത് കൊള്ളാമല്ലോ. കളി കളയണം മിസ്റ്റർ. ഞാൻ കളിയല്ല പറയുന്നത്. ഇതിന്റെ പേര് പോക്കറ്റെന്ന് പറയും. ഞാനും കാശ് തന്നെയാണ് കൊടുത്തത്. ആ കാശ് ഞാൻ തരാം. മടക്കി വാങ്ങാനല്ല കൊടുത്തത്, പെണ്ണിനെ കൊണ്ടുപോകും. നിങ്ങൾ കൊണ്ടുപോകില്ല. തോമസ് ചാക്കോ ആണാണെ കൊണ്ടുപോകും, കൊടുത്ത കാശ് അതിന്റെ പലിശയും മുതലാക്കും. നിങ്ങൾ സമാധാനിക്കും, ഞാൻ സംസാരിച്ചോളാം. എന്റെ ആലൻകുട്ടി. ആ, ഞാനേ അഴുക്കിന്ന് കയറി വന്നവനാ. മാന്യന്മാരോട് മാന്യതയും ചെറ്റകളോട് ചെറ്റത്തരവും കാണിക്കാൻ എനിക്കറിയാം. എന്ന് വെച്ചാ തന്റെ മുമ്പിൽ തലയുറഞ്ഞു നിൽക്കാനും തന്റെ ഒപ്പത്തിന് നിൽക്കാനും വേണ്ടി വന്നാൽ തന്റെ തലയ്ക്ക് ചവിട്ടാനും അറിയാവുന്ന അർത്ഥം. മനസ്സിലായോ? പക്ഷേ ചവിട്ടുകൊള്ളാൻ ഞാൻ തല നീട്ടി തരികയും കൂടെ വേണമല്ലോ. അവൾക്ക് വേണ്ടി നിങ്ങൾ ചിലവാക്കിയ പണം ഞാൻ തരാം. ദയവ് ചെയ്ത് അവളെ എനിക്ക് വിട്ടുതരും. ഞാൻ പുണ്യം നേടാനല്ല പണം ചെലവാക്കുന്നത്. അവക്ക് വേണ്ടി 25,000 രൂപ ഞാൻ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അവളെ കൊണ്ട് 25 ലക്ഷം രൂപ ഉണ്ടാക്കാൻ എനിക്കറിയാം. അത് ഞാൻ തരുമോ? 1 ലക്ഷം രൂപ ഞാൻ തരാം. ആ വേണ്ട, എനിക്ക് അവളെ കിട്ടിയാൽ മതി. മര്യാദയ്ക്ക് അവളെ ഇറക്കി വിടുന്നുണ്ടോ അതോ? അവളിവിടെ ഇല്ല. അവളും അമ്മയും കൂടെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോയിരിക്കുക. ഇയാൾ നാക്കരുത് നുണയെ പറയൂ. നമുക്ക് കയറി നോക്കാടൂ. അങ്കിൾ, അങ്കിൾ വെള്ളം ഉണ്ടാക്കരുത്. മാന്യമായിട്ട് നിൽക്കുന്ന ഒരു വീടാണ്. അങ്കിൾ, ഞാൻ പറയുന്നത് മനസ്സിലാക്കാം. അങ്കിൾ പ്ലീസ്, അങ്കിൾ പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്കുന്നത്. തന്നോട് നിൽക്കാൻ കേട്ടോ. പുല്ല് പറഞ്ഞ എന്താ ഇത്? എന്ത് അക്രമമാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്? ഞാൻ പോലീസിനെ വിളിക്കും. ആ, അങ്ങനെ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞ് വരട്ടെ, ഒന്നും വേണ്ട. അതൊക്കെ കുറെ കണ്ടവനാ ഞാൻ. ഞങ്ങൾ TV വെയിറ്റ് ചെയ്യും. ഇന്ന് രാത്രി 12 മണിക്കും അവളെ ഇവിടെ എത്തിച്ചില്ലെങ്കിൽ തന്റെ തറവാടും അന്തസ്സും ആഭിജാത്തും ഒക്കെ തകർത്തിട്ട് ഞങ്ങൾ പോവും. വാ. നീയേ ബുദ്ധിമാനായിക്കോ, പക്ഷെ മറ്റുള്ളവരെ അങ്ങ് വെറും മണ്ടന്മാരായി കളയരുത് കേട്ടാ. കാണാം. എന്താ കുട്ടേട്ട, ആരുടെ കാര്യം അവര് പറഞ്ഞത്? അത് ഇന്ദുന്റെ കാര്യം. നമ്മുടെ മോളുടെയോ? നമ്മുടെ എന്ന് പറയണ്ട. അവള് നമ്മുടെ അല്ല, എന്റെ മോളും അല്ല.